ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 39. ഇവിടെ കിതാബ് തൗഹീദിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ബാബു മൻ ഹഖഖ തൗഹീദ് ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ് എന്ന ബാബിൽ ചില ആയത്തുകളും ഒരു ഹദീസും പരാമർശിച്ചു. തുടർന്ന് അദ്ദേഹം പറയുന്ന ഭാഗം, അതായത് കിതാബ് തൗഹീദിലുള്ള ഭാഗം ആദ്യം വായിക്കാം. എന്നിട്ട് അതിൻ്റെ ഷറഹിൽ ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞ ഭാഗം വായിക്കാം ഇൻഷാ അല്ലാഹ്. ഫിഹി മസായിലുൻ, ഇതിൽ മസ്അലകൾ, ചില മസ്അലകളുണ്ട്. അൽ ഊല, ഒന്നാമത്തെ മസ്അല മഅരിഫത്തു മറാത്തിബിൻ നാസി ഫി തൗഹീദ്, തൗഹീദിൻ്റെ വിഷയത്തിൽ ജനങ്ങളുടെ പദവികൾ, മർത്തബകൾ മനസ്സിലാക്കുക. എല്ലാവരും ഒരേപോലെയല്ല, തഫാവുത്ത്, ഏറ്റക്കുറച്ചിലുണ്ടാവും എന്നതാണ്. അസാനിയത്തു മാ മാന തഹ്ഖീഖുഹു, ആ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ് എന്ന്. അസാലിസത്തു, മൂന്നാമത്ത് സനാഉഹു സുബ്ഹാനഹു അലാ ഇബ്രാഹിമ ബികൗനിഹി ലം യകു മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം അലൈഹിസ്സലാം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല എന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകീർത്തിച്ചത്. അറാബിയത്തു, നാലാമത്ത് സനാഉഹു അലാ സാദാത്തിൽ ഔലിയാഇ ബിസലാമത്തിഹിം മിനശ് ശിർക്ക്, അതുപോലെ ഔലിയാക്കളുടെ നേതാക്കളെ, സാദാത്തുക്കളെ ഷിർക്കിൽ നിന്ന് മുക്തമാണ് എന്നതിൽ പ്രശംസിച്ചത്. അൽ ഖാമിസത്തു, അഞ്ചാമത്തത് കൗലു തർക്കി റുഖിയത്തി വൽ കയ്യി മിൻ തഹ്ഖീഖ് തൗഹീദ്, റുഖയും അതേപോലെ കയ്യ് ചികിത്സയും, തീ കൊണ്ടുള്ള ചികിത്സയും അത് ഉപേക്ഷിക്കുക എന്നത് തൗഹീദിൻ്റെ തഹ്ഖീഖിൽപ്പെട്ടാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഷറഹിൽ വായിച്ചതും എന്താണ്, റുഖയ്യ ചെയ്യുക എന്നതിനല്ല അവിടെ തവക്കുലിൻ്റെ ഭാഗമാക്കിയത്. റുഖയ്യ ചെയ്യാതിരിക്കുക എന്നതല്ല, റുഖയ്യ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുക എന്നതിന് ഉപേക്ഷിക്കുക എന്നതാണ് തവക്കുലിൻ്റെ ഭാഗമാക്കി പറഞ്ഞത്. അത് വൈറു മഷ്റൂആണ് എന്ന അർത്ഥത്തിലല്ല. ഷർഈയ റുഖയ്യ സ്വന്തം നിലക്കും ചെയ്യാം, അതേപോലെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യാം. അതിന് അനുമതിയുണ്ടെന്ന് ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. ഇനി അടുത്തത് അസാദിസത്തു, ആറാമത്തത് കൗലുൽ ജാമിഅ ലിതിൽകൽ ഖിസാലി ഹുവ അത്തവക്കുൽ, ഈ കാര്യങ്ങൾ ഒക്കെ എതിൽ ഒതുങ്ങുന്നതാണ്, തവക്കുലിൻ്റെ ഭാഗമാണ്, തവക്കുൽ വരുന്നതാണ്. അസാബിഅത്തു, ഏഴാമത്തത് അംഖു ഇൽമി സഹാബത്തി ലിമഅരിഫത്തിഹിം അന്നഹും ലം യനാലു ദാലിക ഇല്ലാ ബിഅമൽ. അംഖ് ഡെപ്ത്, അഗാധത. അംഖു ഇൽമി സഹാബത്തി, സഹാബ കിറാമിൻ്റെ അറിവിൻ്റെ ആഴം. ലിമഅരിഫത്തിഹിം, അവരുടെ മഅരിഫത്ത് കാരണം എന്ത്, അന്നഹും നിശ്ചയം അവർ ലം യനാലു ദാലിക, ആ ഹിസാബ്, അദാബ്, വിചാരണയും ശിക്ഷയും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന ആ മർത്തബയിൽ എത്തുക, അത്രക്കുയർന്ന തൗഹീദിൻ്റെ മർത്തബയിൽ എത്തുക എന്നത് അത് ലം യനാലു, അവർ നേടുകയില്ല എന്ന് അവരറിഞ്ഞു. ഇല്ലാ ബിഅമൽ, കർമ്മം കൊണ്ടല്ലാതെ എന്ന്. അസാമിനത്തു, എട്ടാമത്തത് ഹിർസുഹും അലൽ ഖൈർ, നന്മയുടെ കാര്യത്തിൽ അവർക്കുണ്ടായിരുന്ന അതിയായ ആഗ്രഹം, ഹിർസ്. അത്താസിയത്തു, ഒൻപതാമത്ത് ഫളീലത്തു ഹാദിഹിൽ ഉമ്മത്തി ബിൽ കമ്മിയത്തി വൽ കൈഫിയത്തി, കമ്മിയത്ത് എണ്ണം, കൈഫിയത്ത് രൂപം, ഈ രണ്ട് കാര്യങ്ങളിലും ഈ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത. അൽ ആശറത്തു, പത്താമത്തത് ഫളീലത്തു അസ്ഹാബി മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളുടെ സ്വഹാബിൻ്റെ ശ്രേഷ്ഠത. കാരണം അതും അദ്ദേഹത്തിൻ്റെ സമൂഹവും ഒരു സവാദുൻ അളീം ഉണ്ടായിരുന്നു എന്നാണല്ലോ മനസ്സിലാവുന്നത്. അൽ ഹാദി അഷറത്ത, 11ാമത്തെ പോയിന്റ് മസ്അല അർദുൽ ഉമമി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ മുൻ ഉമ്മത്തുകളെ പ്രദർശിപ്പിച്ചു എന്നത്. അസാനിയത്തു അഷറ, 18ാമത്തെ പോയിന്റ് അന്ന കുല്ല ഉമ്മത്തിൻ തുഹ്ഷറു വഹ്ദഹ മഅ നബിയ്യ, ഓരോ ഉമ്മത്തും, ഓരോ നബിയുടെ ഉമ്മത്തിനെയും അവരുടെ നബിയുടെ കൂടെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക മഹ്ശറയിൽ നിന്ന്. അസാരിസത്തു അഷറ, 13ാമത്തത് ഖില്ലത്തു മൻ ഇസ്തജാബ ലിൽ അംബിയായി, അംബിയാക്കളുടെ ദഅവത്തിന് ഉത്തരം നൽകിയവർ, പോസിറ്റീവായിട്ട് ഉത്തരം നൽകിയവരുടെ എണ്ണത്തിൽ കുറവ്, അവരുടെ എണ്ണം കുറവായിരിക്കുമെന്നത്. അറാബിയത്തു അഷ്റ, 14, അസാനിയത്തു അഷ്റ എന്ന് പറഞ്ഞത് 12ാമത്തെ പോയിൻ്റാണ്. അസാരിസത്തു അഷ്റ 13ാമത്തെ പോയിന്റ്. അറാബിയത്തു അഷ്റ 14ാമത്തെ പോയിന്റ്. അന്ന മല്ലം യുജിബുഹു അഹദുൻ യഅതി വഹദ, ഇനി ഒരു നബിക്ക് അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരും ഉത്തരം നൽകിയില്ല, ആരും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല, മുസ്ലിം ആയില്ല എങ്കിൽ ആ നബി ഒറ്റക്കാണ് വരുന്നത് എന്നത്. അൽ ഖാമിസത്തു അഷ്റ, 15ാമത്തെ പോയിന്റ് സമ്രത്തു ഹാദിൽ ഇൽം,
ഈ ഇൽമിനുള്ള ഇതിൻ്റെ ഫലം എന്നത് വഹുവ അദമുൽ ഇഅ്തിറാരി ബിൽ കസ്റ, ആധിക്യം കൊണ്ട് വഞ്ചിതരാകരുത് എന്നതാണ്. അത് വഞ്ചിതരാകാൻ പാടില്ല. അത് എന്താണ്, ധാരാളം ആളുകൾ ഒരു പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ട്, അസത്യത്തോടൊപ്പം ഉണ്ട് എന്നതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടുന്നതാകും എന്നില്ല. അപ്പോൾ സത്യത്തിൻ്റെ കൂടെ ആളുകൾ കുറവായിരിക്കാം, കുറേ ആളുകളുണ്ട് എന്ന് ഭൂരിപക്ഷമാണെന്ന് വിചാരിച്ചിട്ട് സത്യമാണെന്നില്ല. അതും സുഹദി ഫിൽ ഖല്ലത്തി, അതേപോലെ കുറവ് ആളുകളാണ് എന്നത് പിന്നെ ഈ ദഅവത്തൊക്കെ വിട്ടേച്ച് പോകാനുള്ള കാരണവും അല്ല, അത് അതിൽ നിന്ന് ഒഴിവാകാൻ അതിന് കാരണമല്ല. അസാദിസത്തു അഷ്റ, 16ാമത്തെ പോയിന്റ്, അർറുഖ്സത്തു ഫി റുഖിയത്തി മിനൽ ഐനി വൽ ഹുമ. ഐൻ കണ്ണേറ്, ഹുമ ജന്തുക്കളുടെ കടിയേൽക്കൽ, ഇതിൽ നിന്ന് എന്തു ചെയ്യാം, ശമനത്തിന് വേണ്ടിയിട്ട് മറ്റൊരാൾ റുഖിയ തേടാം, അതേപോലെ സ്വന്തമായിട്ട് റുഖിയ നടത്താം. ഷറാക്കപ്പെട്ടത് മാത്രം, ദിക്ർ, ദുആകൾ, ആയത്തുകളൊക്കെ. അസ്സാബിഅത്തു അഷ്റ, 17ാമത്തെ പോയിന്റ്, അംഖു ഇൽമി സലഫി ലിഖൗലിഹി ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ വലാകിൻ കദാ വകദാ. ഇവിടെ ഹുസൈൻ എന്നവർ, അദ്ദേഹം ഹുമ, അദ്ദേഹത്തിന് ഒരു കടിയേറ്റു, ഒരു ജന്തുവിൻ്റെ കടിയേറ്റിട്ട് അതിന് അദ്ദേഹം റുഖിയ തേടി. അതിന് അദ്ദേഹം ന്യായം പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട്, ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഇങ്ങനെ എനിക്ക് ഹദീസ് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഐനാണെങ്കിലും അതേപോലെ കടിയേറ്റതാണെങ്കിലും റുഖിയ തേടാമെന്ന്, ചികിത്സിക്കാമെന്ന്, റുഖിയ കൊണ്ട്, മന്ത്രം കൊണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, ഖദ് അഹ്സന, താങ്കൾ നല്ലത് പ്രവർത്തിച്ചിരിക്കുന്നു, മനി ഇൻതഹ, നല്ലത് പ്രവർത്തിച്ചിരിക്കുന്നു, മനി ഇൻതഹ ഇലാ മാ സമിഅ, കേട്ടതിലേക്ക് അത് അംഗീകരിച്ച് പ്രവർത്തിച്ചവർ എന്നർത്ഥം. അതവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പ്രകാരമാണല്ലോ അദ്ദേഹം അവർ ചെയ്തത്. അപ്പോൾ അത് അംഗീകരിച്ചു. എന്നിട്ട് വലാക്കിൻ കദാ വകദാ, പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വളരെയധികം അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർ മറ്റുള്ളവരിൽ നിന്ന് റുഖിയ തേടുകയില്ല, മന്ത്രം തേടുകയില്ല എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അലിമ അന്നൽ ഹദീസ് അൽ-അവ്വല ലാ യുഖാലിഫു സാനി, അപ്പോൾ ഒന്നാമത്തെ ഹദീസ് രണ്ടാമത്തെ ഹദീസിന് എതിരാവില്ല. റുഖിയ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ റുഖിയ ഷറാക്കപ്പെട്ടതാണ്, റുഖിയ തേടലും ഷറാക്കപ്പെട്ടതാണ് എന്ന ഹദീസ് അള്ളാഹുവിൽ അതിയായി തവക്കുലുള്ള വ്യക്തികൾ മറ്റുള്ളവരോട് റുഖിയ തേടുകയില്ല, മന്ത്രം തേടുകയില്ല എന്ന ഹദീസിന് വിരുദ്ധം അല്ല. അത് തൗഹീദിൻ്റെ പൂർണ്ണത, സമ്പൂർണ്ണത തഹ്ഖീഖ് ആക്കൽ മാത്രമാണ്. അസ്സാമിനത്തു അഷ്റ, 18ാമത്തെ പോയിന്റ്, ബഅദു സലഫി അൻ മദ്ഹിൽ ഇൻസാനി ബിമാ ലൈസ ഫീ, സലഫുകൾ ഒരു മനുഷ്യനിൽ ഇല്ലാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ മദ്ഹായിട്ട് പറയില്ലായിരുന്നു എന്നത്, അതിൽ നിന്ന് അവർ ദൂരത്തായിരിക്കും എന്നത്. അത്താസി അഷ്റ ഖൗലുഹു അൻത മിൻഹും, ഒക്കാഷ റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു സംഘത്തെക്കുറിച്ച് നബി പറഞ്ഞപ്പോൾ ഞാൻ അതിൽ പെടാൻ വേണ്ടി നബിയെ താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ത മിൻഹും, താങ്കൾ ആ കൂട്ടരിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. 70,000 ആൾക്കാർ. അലിമ ഇൽമുൻ മിൻ ആലാമിൻ നുബുവ, അലമുൻ മിൻ ആലാമിൻ നുബുവ എന്നായിരിക്കും. അപ്പോൾ ഇത് അലമാണ്, ഇൽമല, നുബുവത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടൊരു അടയാളമാണത്. കാരണം ഗൈബിയായ കാര്യമാണ്. ഉക്കാഷ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ ഉന്നത സ്ഥാനീയരിൽപ്പെടുന്ന ആളാണ്. ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് നബി പ്രഖ്യാപിക്കുകയാണ്. അൽ അഷ്റൂന, 20ാമത്തെ പോയിന്റ്, ഫളീലത്തു ഉക്കാഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠത. അൽ ഹാദിയത്തു അഷ്റൈൻ വൽ അഷ്റൂൻ, 21ാമത്തെ പോയിന്റ്, ഇസ്തിഅമാലുൽ മആരിദ്, അതായത് ബദലായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നേർക്കുനേരം പറയുമ്പം സംബോധത്തിന് ബുദ്ധിമുട്ട്, വിഷമം അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതേ ആശയം മറ്റൊരു അർത്ഥത്തിൽ പറയാം, മറ്റൊരു വാക്കിൽ പറയാം. അതാണ് ഇസ്തിഅമാലുൽ മആരിദ്. അസ്സാരിയത്തു വൽ ഇശ്റൂൻ, 22ാമത്തെ പോയിന്റ്, ഹുസ്നു ഖൽഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽ സ്വഭാവം. ഇതൊക്കെയാണ് ഇതിലെ പോയിന്റുകളായിട്ട് പറഞ്ഞത്. ഇനി ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഈ മസ്അലകൾ പറഞ്ഞതിൻ്റെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ ബാബിലെ മസ്അലകൾ പറഞ്ഞതിൻ്റെ ഷറഹ് പറയാണ്. ഖാല ഷെയ്ഖു റഹിമഹുല്ലാഹി ഫി മസായിലിഹി, അദ്ദേഹം മസ്അലകളിൽ പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവർ പറഞ്ഞു എന്നർത്ഥം. ഹാദാ ഫിഹി ഇസ്തിഅമാലുൽ മആരിദ്, നമ്മൾ അവസാനം 21ാമത്തെ പോയിൻ്റായിട്ട് കണ്ട കാര്യം. ഇതിൽ ഇസ്തിഅമാലുൽ മആരിദ് ഉപയോഗിക്കലുണ്ട്, യൂസ് ചെയ്യലുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ കലിമാത്തു
അല്ലത്തി തുസ്താഴ്മലു ബദലൽ കലിമാത്തിൽ മക്റുഹ, വെറുക്കപ്പെട്ടാൽ ഇഷ്ടപ്പെടാത്ത അനിഷ്ടകരമായ വാക്കുകൾക്ക് പകരം മറ്റു ചില പദങ്ങൾ ഉപയോഗിക്കൽ. ലി അന്നഹു ലൗ ഖാല ലാ തസ്തഹിഖു ഹാദാ. അപ്പോൾ ഉക്കാഷ റളിയല്ലാഹു അൻഹു അവിടെ വിചാരണയും ശിക്ഷയുമൊന്നും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകളിൽപ്പെട്ടയാളാണ് എന്ന് നബി പറഞ്ഞപ്പോൾ എന്ത് ഞാനും അവരിൽ പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൂ എന്ന് മറ്റൊരു സഹാബി എണീറ്റ് പറഞ്ഞല്ലോ. അപ്പോൾ നബി എന്ത് ചെയ്തില്ല? ലൗ ഖാല ലാ തസ്തഹിഖു ഹാദാ, താൻ ഇതിന് അർഹനല്ല എന്ന് നബി പറഞ്ഞിരുന്നെങ്കിൽ, ഔ അന്ത ലാ തസ്തിലില ഹാദിഹിൽ മർത്തബ, നീയൊന്നും ഈ മർത്തബയ്ക്ക് ഈ പദവിക്ക് എത്തൂല എന്ന് നബി പറഞ്ഞിരുന്നെങ്കിൽ, ല ഹസല ഇൻദ റജുലി ഇൻകിസാർ നഫ്സിൻ വ ഖദലിൻ, ആ വ്യക്തിക്ക്, ആ സ്വഹാബിക്ക് എന്താവും? മാനസികമായിട്ടുള്ള വൈഷമ്യം ഉണ്ടാകും. അതേപോലെ ഇളിഭ്യത, ഹജൽ ഒക്കെ, ഷൈനസ് ഒക്കെ ഉണ്ടാകും. ഫർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന കമാ ഖാല തആല. അപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല പറഞ്ഞ പോലെയാണ്. എങ്ങനെ? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിശ്ചയം താങ്കൾ മഹത്തായ സ്വഭാവത്തിന്മേലാണ്. അപ്പോൾ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദ്ദൂ മിൻ ഹൗലിക്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി, അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നുള്ള ആ ഒരു റഹ്മത്ത് കാരണമായിട്ടാണ് ലിൻത ലഹും, താങ്കൾ അവരോട് ലയ്യനായിട്ട് മൃദുവായിട്ട് സംസാരിക്കുന്നത്. വലൗ കുൻത ഫദ്ദൻ, താങ്കൾ പരുഷ സ്വഭാവി ആയിരുന്നെങ്കിൽ, ഗലീദൽ ഖൽബി, ഹൃദയം ആയിരുന്നെങ്കിൽ, ലംഫദ്ദൂ മിൻ ഹൗലിക്, അവർ താങ്കൾക്ക് ചുറ്റും നിന്നും വേർപെട്ടു പോകുമായിരുന്നു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മൃദുവായ സ്വഭാവക്കാരനായിരുന്നു. ഫർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിമ, അറിഞ്ഞു, അന്ന ഹാദർ റജുല ബിമാ അല്ലമഹു സുബ്ഹാനഹു വ തആല, അതായത് ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ, ഈ സഹാബിയുടെ രണ്ടാമത്തെ പറഞ്ഞ സഹാബിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ട്. ലാ യസ്ലു ഇലാ ഹാദിഹിൽ മർത്തബ, ഉക്കാഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ അത്രയും ഉയർന്ന മർത്തബയ്ക്ക് ഈ രണ്ടാമത് പറഞ്ഞ സഹാബി എത്തൂലായിരുന്നു. വലാകിന്നഹു ജാഅ ബികലിമത്തിൻ ലയ്യിനത്തിൻ ലത്തീഫത്തിൻ ലൈസ ഫിഹാ തജ്രീഹുൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞത് ലത്തീഫത്തായിട്ട്, മൃദുവായിട്ടുള്ള, സോഫ്റ്റായിട്ടുള്ള വചനം കൊണ്ട്, വാക്കുകൊണ്ടാണ്. ലൈസ ഫിഹാ തജ്രീഹുൻ, അതിൽ മുറിപ്പെടുത്തലില്ല. ഫഹാദാ ഫിഹി ഹുസ്നുൽ അദബി മഅൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളോട് അദബോടുകൂടി, നല്ല അദബോടുകൂടി പെരുമാറണം എന്ന് ഇതിൽ ഉണ്ട്. മുസ്ലിങ്ങളോട് മാത്രമല്ല, എല്ലാവരോടും. വാദമു മുവാജഹത്തിഹിം ബിമാ യക്റഹൂന മിനൽ കലിമാത്തിൻ നാബിയത്തി, മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ വെറുപ്പിക്കരുത് എന്നതും. ഹത്താ വലൗ കാനു അലാ ഹത്തൈൻ, അവർ തെറ്റിലാണെങ്കിൽ പോലും, ഫഹും യുവാജഹൂന ബി കലിമാത്തിൻ ഫിഹാ തത്വീബുൻ ലിഖവാത്തിരിഹിം, അപ്പോൾ അവരുടെ മനസ്സുകൾക്കൊരു തൃപ്തി തോന്നുന്ന വിധത്തിൽ ആയിരിക്കണം സംസാരം. വഅദ്മിത്ത തജ്രീഹിൻ ലിനുഫൂസിഹിം, അവരുടെ മനസ്സുകൾ മുറിപ്പെടുത്താത്ത വിധത്തിൽ ആയിരിക്കണം സംസാരം. ഫഹാദാ ഹദീസുൻ അദീമുൻ, അപ്പോൾ ഈ ഹദീസ് മഹത്തായ ഒരു ഹദീസാണ്. ദല്ല അലാ മസാഇൽ, നിരവധി മസ്അലകൾ ഇത് അറിയിക്കുന്നു. അവരൻ ഒന്നാമത്തത്, ദല്ല അലാ ജവാസി റുഖിയത്തി മിനൽ ഐനി വ മിനൽ ഹുമത്തി വഅരിഹിമ, കണ്ണേറ്, അതേപോലെ വിഷജന്തുക്കളുടെ കടിയേൽക്കൽ, ഇതല്ലാതെ മറ്റു കാര്യങ്ങൾ ഒക്കെ മന്ത്രം നടത്തൽ അനുവദനീയമാണ് എന്നതിന് തെളിവുണ്ട്. അതായത് ദിക്ർ ദുആകളൊക്കെ കൊണ്ടുള്ള മന്ത്രം, പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ. ലിഅന്നഹു ഫഅലഹു ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ, കാരണം ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. വസ്തദല്ല ബി ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തെളിവ് പിടിച്ചാണ് അദ്ദേഹം ചെയ്തതും. സാനിയൻ, രണ്ടാമത്തത്, ഫിൽ ഹദീസ് ദലീലുൻ അലാ ഫദ്ലി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വ ഉമ്മത്തഹു അല്ലത്തി, ഫദ്ലി മൂസ അലൈഹി സ്വലാം വ ഉമ്മത്തിഹി അല്ലദീന ആമനു ബിഹി, മൂസ അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിൻ്റെ ജനതയുടെ ശ്രേഷ്ഠത സംബന്ധിച്ച് ഈ ഹദീസ് തെളിവുണ്ട്. സാരിസൻ ഫി ദലീലുൻ അലാ ആദിമിൽ ഇഹ്തിജാജ് ബിൽ കസ്റ, ഭൂരിപക്ഷം കൊണ്ട്, ആധിക്യം കൊണ്ട് തെളിവെടുക്കാൻ പറ്റില്ല എന്നതിനും തെളിവുണ്ട് ഈ ഹദീസ്. കാരണം ചില നബിമാരുടെ കൂടെ 1-2 ആൾക്കാർ, ചിലരുടെ കൂടെ 9 ആൾക്കാർ താഴെ, 10 താഴെ ആൾക്കാർ, ചിലരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു നബി കണ്ടത്. അപ്പോൾ ആളുകൾ എത്ര പേര് സത്യം അംഗീകരിച്ചു എന്നുള്ളതല്ല, സത്യമാണോ എന്നതിന് തെളിവ്. ചിലപ്പോൾ സത്യം അംഗീകരിക്കുന്നതിൽ കുറവായിരിക്കും. വഹാദിഹി മസ്അലത്തുൻ മുഹിമ്മ, ഇത് പ്രധാനപ്പെട്ട മസ്അലയാണ്. വറാബിയ, നാലാമത്തെ, ഫിഹി ഹിർസു സ്വഹാബത്തി അലാ മസ്ആലിൽ ഇൽമി വ മഅരിഫത്തിഹ, ഇൽമ്, അതിൻ്റെ മഅരിഫത്ത്, അതിലുള്ള മസ്അലകൾ അറിയാൻ
സഹാബാക്കൾക്കുള്ള മോഹം, അതിയായ മോഹം, അത് ഈ ഹദീസിൽ നിന്ന് തെളിവ് മനസ്സിലാക്കാം. ഹൈസു ഖാദു ഫി തലബി മാന ഹാദൽ ഹദീസില്ലദി അൽഖാഹു അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇട്ടുകൊടുത്ത ഈ ഹദീസ്, അതിൻ്റെ ആശയം മനസ്സിലാക്കുന്ന വിഷയത്തിൽ, അത് അന്വേഷിച്ച് തേടി കണ്ടെത്തുന്ന വിഷയത്തിൽ അവർ മുഴുകി. വബഹസു ഫിഹി, അതിൽ അവർ അന്വേഷണം നടത്തി. ഖാൽ ഷെയ്ഖ് റഹിമഹുല്ലാ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നു, ഫിഹി അൽ മുനാളറത്തു ഫിൽ ഇൽം, ഇൽമിൽ മുനാളറ, സംവാദം നടത്താമെന്നതിന് ഇതിൽ തെളിവുണ്ട്. ഖാമിസൻ, അഞ്ചാമത്തത്, ഫിൽ ഹദീസി ദലീലുൻ അലാ കറാഹിയത്തി സുആലിൻ നാസ്, ജനങ്ങളോട് ചോദിക്കുക എന്നത് കറാഹത്താണ് എന്നതിൽ ഹദീസ് തെളിവുണ്ട്. ലാ യസ്തർഖൂൻ വലാ യുക്തബൂൻ, അവർ റുഖയ തേടുകയില്ല, മറ്റൊരാളുടെ മന്ത്രിച്ച് തരാൻ വേണ്ടി തേടൂല. വലാ യുക്തബൂൻ, അവർ കയ്യ ചികിത്സ നടത്താൻ വേണ്ടി തേടൂല എന്ന്. ഫഫീഹി കറാഹിയത്ത് സുആലിൻ നാസ്, ജനങ്ങളോട് ചോദിക്കൽ കറാഹത്താണെന്നുള്ളതാണ്. അന്ന സുആലൻ നാസി ഫീഹി തൻഖീസുൻ ലിത്തൗഹീദ്, കാരണം ജനങ്ങളോട് ചോദിക്കുന്ന തൗഹീദിന് അതിലൊരു ന്യൂനത വരുന്നുണ്ട്, അത് തീരെ പാടില്ല എന്നല്ല. അമ്മൽ ഇസ്തിഗ്നാഹു അൻഹും ഫഹാദാ ഫീഹി കമാലു തൗഹീദ്, ജനങ്ങളെ ആശ്രയിക്കാതിരിക്കുക, അവരോട് ചോദിക്കാതിരിക്കുക എന്നതാണ്, യാചിക്കാതിരിക്കുക എന്നതാണ് തൗഹീദിൻ്റെ പൂർണ്ണത. വഹുവ മിൻ തഹ്ഖീഖി തൗഹീദ്, അത് തൗഹീദിൻ്റെ തഹ്ഖീഖിൽപ്പെട്ടതാണ്. സാദിസൻ, ആറാമത്തത്, അൽ ഹദീസു ദലീലുൻ അലാ ജവാസിൽ ഇലാജി ബിൽ കയ്യ ചികിത്സ അനുവദനീയമാണ് നിബന്ധനയോടുകൂടി, അതും ഈ ഹദീസിൽ തെളിവുണ്ട്. മാൽ കറാഹത്തോടുകൂടി, ബിഷർത്തി അയ്യക്കൂനിൽ മുആരിജു ബിഹി മിൻ അഹ്ലിൽ മാരിഫ. അപ്പോൾ ഈ കയ്യ ചികിത്സ, തീ കൊണ്ടുള്ള ചികിത്സ നടത്തുന്ന ആൾ, അയാൾ അറിവുള്ള ആളായിരിക്കണം, നല്ല വൈദ്യനായിരിക്കണം. അല്ലദീ യഅരിഫൂന മൗദിഅൽ അലമി വ മൗദിഅൽ കയ്യി വ മിഖ്ദാറുൽ കയ്യി, യഅരിഫൂന മൗദിഅൽ അലമി, വേദനയുടെ ഭാഗം ഏതാണെന്ന് അറിയണം, ചികിത്സ നടത്തേണ്ട ശരീരത്തിൻ്റെ ഭാഗം ഏതാണെന്ന് അറിയണം, അതേപോലെ എത്രമാത്രം അതിൻ്റെ മിഖ്ദാർ, മെഷർമെൻറ്റ് എത്ര എന്നൊക്കെ അറിയുന്ന ആളായിരിക്കണം ചികിത്സകൻ. വഫീ ദലീലുൻ, ആ അർത്ഥത്തിൽ, വഫീ ദലീലുൻ അലാ അന്നൽ ഇസാബത്ത ബിൽ ഐനി ഹഖ്ഖുൻ, കണ്ണ് ബാധിക്കുക എന്നത്, അസൂയയുടെ കണ്ണ്, അത് എന്താണ്, സത്യമാണ് എന്നതിനും ഇതിൽ തെളിവുണ്ട്. വഅന്നഹ തുആരിജു ബിർറുഖയ്യ, റുഖയ്യ കൊണ്ട് ചികിത്സിക്കപ്പെടാം എന്നും മന്ത്രം. വതുആരിജു ബിമാ അർഷദ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഇസ്തിഗ്സാൽ, അതേപോലെ ഇസ്തിഗ്സാൽ, കഴുകുക, വസ്ത്രം കഴുകിയിട്ട് ഈ ബാധിച്ച ആളുടെ മേലെ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ വെള്ളം, അതൊക്കെ അതിലേക്കും നബി ഇർഷാദ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള ചികിത്സയും അതിന് തെളിവുണ്ട്. സാബിയാൻ, ഏഴാമത്തത്, ഫിഹി ദലീലുൻ അലാ അലമിൻ മിൻ ആലാമി നുബുവ്വത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട അടയാളം, അതിനെതിൽ തെളിവുണ്ട്. ഹൈസു അഖ്ബർ അന്ന ഉക്കാശ മിന 70,000 70,000 ആളുകൾ ഹിസാബും അദാബും ഒന്നുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞല്ലോ, അതിൽ ഉക്കാശപ്പെട്ടു എന്ന് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് തെളിവാണ്. വഖദ് ഖുത്തില ഷഹീദൻ ഫീ സബീലില്ലാഹി ബഅദ ദാലിക്, അതിനുശേഷം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഉള്ള യുദ്ധത്തിൽ, ധർമ്മസമരത്തിൽ അദ്ദേഹം ഷഹീദായി, രക്തസാക്ഷിയായി. ഉക്കാശ എന്നവർ റളിയല്ലാഹു അൻഹു. സാമിൻ, എട്ടാമത്തത്, വഫീ ദലീലുൻ അൽ ഇസ്തിഅമാലിൽ മാരിദി ഫിൽ ഉമൂരി ലത്തി യുക്റഹു മുവാജഹത്ത നാസി ബിഹാ വഹുസ്ന ഖുൽഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തആമിലിഹി മഅ സ്വഹാബിഹി വകദാലിക യജിബു അൻ യഖ്തദാ ബിഹി അഹ്ലുൽ ഇൽമി വഅഹ്ലുദ് ദഅവതി ഫി മുഖാതബതിഹിം ലിന്നാസ്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, എന്ത്, ജനങ്ങൾ വെറുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വിഷമുണ്ടാക്കുന്ന വാക്കുകൾക്ക് പകരം അതേ ആശയം തന്നെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ, അവർക്ക് വളരെ പ്രയാസമുണ്ടാക്കാത്ത വാക്കുകൾ അത് ഉപയോഗിക്കുക എന്നത്. അപ്പോൾ ദഅവത്തിൻ്റെ ആൾക്കാർ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ, അവരുമായി സംഭാഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് കൂടിയാണ് ഇതെന്ന്. താസിയൻ, ഒമ്പതാമത്തെ, വഫീ ദലീലുൻ അലാ തലബി ദലീലി അൽ മദ്ഹബ്, ഒരാളൊരു വഴി സ്വീകരിക്കുമ്പോൾ, മദ്ഹബ് സ്വീകരിക്കുമ്പോൾ അതിന് തെളിവ് തേടുക എന്നതിനും ഇതിന് തെളിവുണ്ട് ഈ ഹദീസിൽ. ഹൈസു ഇന്ന സഈദ് ബിൻ ജുബൈർ തലബ മിൻ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അദ്ദലീല അലാ മാ ഫഅലുഹു മിൻ തലബി റുഖയ്യ. അപ്പോൾ റുഖയ്യ നടത്തിയതിന്, റുഖയ്യ തേടിയതിന്, മറ്റൊരാളിൽ നിന്ന് മന്ത്രം തേടിയതിന് ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ എന്നവരോട് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല തെളിവ് ചോദിച്ചു. ഫലമ്മ ജാഅ ബിദ്ദലീൽ, അദ്ദേഹം തെളിവ് കൊണ്ടുവന്നപ്പോൾ ഇസ്തഹ്സനഹു, അതിനെ അദ്ദേഹം നന്നായിട്ട് പറഞ്ഞു, നല്ലതെന്ന് പറഞ്ഞു. ഖാല ലഹു ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ. ആശിർ, പത്താമത്തെ, ഫീ ദലീലുൻ അലാ മാ തർജമഹു അൽ മുസന്നിഫ് വഹു ഷാഹിദു ലിൽ ബാബ് അന്ന മൻ ഹഖഖ തൗഹീദ് ദഖല ജന്ന ബിലാ ഹിസാബ് വലാ അദാബ്. ഈ ബാബിൻ്റെ, ഈ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? തഹ്ഖീഖു തൗഹീദ് എന്നുള്ള ആശയമാണ്, ഹിസാബും അദാബും ഇല്ലാതെ. അപ്പോൾ അത് ഈ ഹദീസ് ഇവിടെ സ്യൂട്ടാകുന്നുണ്ടെന്നാണ്. അന്ന തഫ്സീർ ദാലിക ബി അയ്യത്തുറക ശിർക്കൽ അക്ബറ വൽ അസ്അറ വയത്തുറക്കൽ ഉമൂർ അൽ മക്റൂഹത ഇഹ്തിയാതൻ ലി അഖീദതിഹി.
അഖീദ സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് കറാഹത്താക്കപ്പെട്ട കാര്യങ്ങളും ചെറിയ ഷിർക്കും വലിയ ഷിർക്കും എല്ലാം ഉപേക്ഷിക്കുക എന്നത് അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്.